ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങൾ, വീടിൻ്റെ അകത്ത് ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങൾ പ്രൊഫൈലായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ കൊടുത്താൽ നീറ്റായിട്ട് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ അതായത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഡീറ്റെയിൽസ്, അതായത് പ്രൊഫൈലൈറ്റ് കാര്യങ്ങൾ, മുകളിൽ കൊടുക്കുന്ന പ്രൊഫൈലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ വീട് പണിയുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ എക്സ്ട്രാ പോയിൻറ്റ് കാര്യങ്ങൾ കൊടുക്കണം. കാരണം മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സുകളാണ്. പിന്നെ വാൾ ലൈറ്റ്സ് ഓവറായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. മുകളിൽ നമ്മൾ ലൈറ്റുകൾ, ആ വാൾ ലൈറ്റ് ഒരെണ്ണമൊക്കെയാണ് ഒരു ഏരിയയിൽ വരുന്നത്, പിന്നെ 2 മാക്സിമം വരുന്നുണ്ട്. ആ ഏരിയയിൽ അത്യാവശ്യം ഒഴിച്ചു വിടാൻ പറ്റാത്ത ഏരിയകളിലാണെങ്കിൽ, കാരണം ഏറ്റവും കൂടുതൽ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു ലൈറ്റാണ് ഈ വാൾ ലൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 സൈഡുകളിലും സീലിംഗിൽ ലൈറ്റ് കൊടുത്തതിന് ശേഷം എൽ ഷേപ്പിലാണ് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കൂടി കൊടുത്തിരിക്കുന്നത്. ഇതൊരു പാസിങ് ഏരിയ വരുന്നതാണ്. പാസിങ് ഏരിയയിൽ ഇതുപോലെ തന്നെ പ്രൊഫൈൽ നമ്മൾ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടോ. അപ്പോൾ സൈഡിൽ നിന്ന് പാസിങ് ഏരിയയിലേക്ക് നമ്മൾ അവിടെയും സീലിംഗ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീലിംഗ് വർക്കിലേക്ക് പ്രൊഫൈൽ ലൈറ്റ് നേരെ ഭിത്തിയിൽ നിന്നും വരുന്നുണ്ട്, നേരെ മുകളിൽ സീലിങ്ങിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ ഇടണം. വയറിങ് ആണെങ്കിലും അത് ഈ പ്രൊഫൈൽ ലൈറ്റ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 12 വോൾട്ട് പവർ സപ്ലൈ ആണ് വരുന്നത്. അപ്പോൾ 12 വോൾട്ട് പവർ സപ്ലൈ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ മുകളിൽ നമ്മൾ സീലിംഗ് ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ഏറ്റവും മുകളിൽ സീലിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്ക് വയർ കൊടുക്കാം. ബാക്കിയെല്ലാം പ്രൊഫൈൽ ലൈറ്റ് വരുന്ന എല്ലാം തന്നെ DC ആണ് വരുന്നത്. ഇതും അതുപോലെ തന്നെ ഓരോ സീലിംഗ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിലും ഇതുപോലെ തന്നെ അഡാപ്റ്റർ കാര്യങ്ങളെല്ലാം അതിൻ്റെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എളുപ്പമാണ്. എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തന്നെ സർവീസിങ് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഇത് നല്ല ഹൈറ്റ് കൂടി ലെവലിലാണ് വീട് ചെയ്തിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഒരു യൂറോപ്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ US സ്റ്റൈൽ, ഗൾഫ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹൈറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സീലിംഗും ഏകദേശം ഒരു 6 ഇഞ്ചോളം താഴ്ത്തിയാണ് സീലിംഗ് ചെയ്ത് ക്ലിയർ ചെയ്ത്. എന്നിരുന്നാൽ പോലും നല്ല രീതിയിലുള്ള ഹൈറ്റ് കാര്യങ്ങൾ കിട്ടുന്ന രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാണ്, നമുക്ക് ഏറ്റവും ആദ്യം തന്നെ എവിടെയെല്ലാം പോയിൻറ്റ്സുകൾ വേണം, എവിടെയൊക്കെ ലൈറ്റുകൾ കൊടുക്കണം എന്ന തീരുമാനത്തിലെത്തുക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ലെവലിലേക്ക് എത്തിക്കുക. അതല്ലെങ്കിൽ നമ്മൾ എല്ലാം ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ ലൈറ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു പോയിൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഇതുപോലെ ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ വാൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു കോർട്ട്യാർഡ് സിസ്റ്റമാണ്. കോർട്ട്യാർഡ് സിസ്റ്റത്തിൽ വരുന്ന ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അതായത് ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ തൊട്ടടുത്ത് വരുന്ന കോർട്ട്യാർഡ് ഏരിയയാണ് വരുന്നത്. ആ ഏരിയയിൽ പ്രയർ റൂമിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് കോർട്ട്യാർഡ് സിസ്റ്റം പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സീലിംഗ് ലൈറ്റുകൾ നമ്മൾ കൊടുത്തു. സീലിംഗ് ലൈറ്റ്സുകൾ, പ്രൊഫൈൽ ലൈറ്റുകൾ, പിന്നെ കോവ് ലൈറ്റ്സുകൾ, പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഫാൻസി ലൈറ്റുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ എത്തിയതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന വയറിങ്ങിൻ്റെ സമയത്ത്, അതായത് വെട്ടിപ്പൊളിച്ച് ക്ലിയർ ചെയ്യുന്ന സമയത്ത്, പൈപ്പ് ഇടുന്ന സമയത്ത് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എക്സ്ട്രാ പൈപ്പ് മുകളിലേക്ക് നമ്മൾ എല്ലാ റൂമുകളോട് എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് എല്ലായിടത്തും പൈപ്പുകൾ നമ്മൾ പൊക്കി ക്ലിയർ ചെയ്തിട്ടാൽ മാത്രമേ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. എന്തെങ്കിലും ഒരു കംപ്ലയിൻസ് വന്നാൽ പോലും വളരെ സിമ്പിളായിട്ട് തന്നെ മാനേജ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.